എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹരമായ പാട്ടൊക്കെ വെച്ച് ബിഗ് ബോസ് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് രസകരമായ സംഭവങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മുടെ അടുത്ത് വന്ന് കിടന്നു എന്ന് പരാതി പറഞ്ഞ് അനുമോൾ നടക്കുന്നുണ്ട്. പിന്നീട് ഗസലിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് ബിഗ് ബോസ് ഗസലിനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം ആ ഡ്രസ്സിനെ കുറിച്ചുള്ള ലാസ്റ്റിൽ ഭയങ്കര വഴക്കായി. അനുമോളും ഗസലും തമ്മിൽ വഴക്കായി. ലാസ്റ്റിൽ ഗസൽ അനുമോളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വാക്ക് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് വെയിറ്റും ഹൈറ്റും ഒക്കെയുണ്ട്, നീ വെറും ചെറുതാന്ന് പറഞ്ഞ്. ഇത് പറഞ്ഞത് കേട്ടതും അനുമോൾ ഭയങ്കര കരച്ചിലായി. പിന്നെ അനുമോൾ അപ്പുറത്ത് മാറിപ്പോയിരുന്ന ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. പിന്നെ എല്ലാവരും അനുമോളോട് ഭയങ്കരമായിട്ട് ഉപദേശമാണ്. അനുമോൾ സാരമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അനുമോൾ പിന്നെയും അത് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നീട് കിച്ചണിൽ വെച്ച് ഭയങ്കരമായ ഒരു വഴക്ക് നടന്നു. അതിൽ ഒനിൽ സാവുവും അക്ബറുമായിട്ടാണ് വഴക്ക്. പിന്നെ ഭയങ്കരമായിട്ട് എത്തിയപ്പോൾ പിന്നെ ചീത്തവിളി ആയ സമയത്ത് ഷാനവാസും ഒനിൽ സാവും കൂടെ ചെന്നിട്ട് ബിഗ് ബോസിനോട് പരാതി പറയുന്നുണ്ട്. എന്നെ ഞങ്ങളെ ചീത്ത വിളിച്ചു, ഇങ്ങനെയാണ്. ബിഗ് ബോസിലെ ആദ്യത്തെ ഗെയിമിൻ്റെ ഇത് ടാസ്ക് കൊടുത്തിരുന്നു. ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ അതിൽ 6 പേര് നോമിനേഷൻ ഉണ്ടായിരുന്നു. ഈ 6 പേർക്ക് വേണ്ടി കളിക്കേണ്ടത് കൂടെയുള്ള ആളുകളാണ്. ഒരാൾക്ക് 2 പേര് വെച്ച് അവരെ സെലക്ട് ചെയ്ത് കൂടെയുള്ള ആളുകളാണ് കളിക്കേണ്ടത്. അതിനകത്ത് അനീഷ, രേണു, സരിക, ഒനിയൽ, രണ, ഷാരിയ എന്ന 6 പേരാണ് നോമിനേഷൻ വന്നിരുന്നത്. താക്കോലൊക്കെ ഇട്ട് പൂട്ടി ചെടിയിലിറങ്ങി കോയിൻ തപ്പി എടുക്കുന്ന ഗെയിമായിരുന്നു അത്. അതിൻ്റെ ഗെയിം എല്ലാവരും നന്നായി തന്നെ ഗെയിമൊക്കെ കളിച്ചു. അങ്ങനെ ഗെയിമിൻ്റെ അവസാനത്തേന് രണയാണ് ജയിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം രേണു ആണെങ്കിൽ 3ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ബിഗ് ബോസ് ഇപ്പോൾ പറയുന്നത് 2 പേരെ അജ്ഞാതവാസത്തിലേക്ക് വിടുക പറഞ്ഞത്. എന്തായാലും നാളെ തന്നെ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, എപ്പോഴാണ് സംഭവിക്കുന്നതൊക്കെ കൃത്യമായിട്ട് പിന്നീട് അറിയാം. ബിഗ് ബോസും ഇതിനകത്തൊരു ഗെയിം കളിയുണ്ട്. സസ്പെൻഷനിൽ നിന്ന് രക്ഷ നേടാനുള്ള 2ാമത്തെ ടാസ്ക് കോൾഡ് ബാർ. ഈ നോമിനേഷൻ നിൽക്കുന്ന 6 പേരുടെ സഹായികളാണ് ഈ ഗെയിമും കളിക്കേണ്ടത്. സാധനങ്ങളെല്ലാം കൊണ്ടുപോയി ഫ്രിഡ്ജിൽ നിറയ്ക്കുന്ന ടാസ്ക് ആയിരുന്നു. എന്താണെന്നറിയില്ല. നാളെ ബിഗ് ബോസ് എല്ലാവർക്കും വാണിംഗ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും നാളെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. എന്തായാലും ബിഗ് ബോസ് ഈ പ്രാവശ്യം നല്ല നല്ല അടിപൊളി ഗെയിമുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരുമാതിരി കാണാൻ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് പറയുക. നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എങ്ങനെയുണ്ട്? മറ്റുള്ള ബിഗ് ബോസിനെ അപേക്ഷിച്ച് ഈ ബിഗ് ബോസ് എങ്ങനെയായിട്ടാണ് തോന്നുന്നത്? ഏകദേശം ഗെയിമുകളൊക്കെ കുഴപ്പമില്ല എങ്കിലും സീസൺ 1 പോലെയൊന്നും ഇപ്പോഴത്തെ കണ്ടസ്റ്റൻ്റ് എനിക്കത്ര തോന്നിയില്ല. ഇനി ഗെയിം കളിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.